എല്ലാ കുട്ടികൾക്കും സുഹൃത്ത് സാറാണ്. നമ്മളിന്ന് പ്ലസ് ടുക്കാർക്ക് വേണ്ടി റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിലെ കോമ്പോസിഷൻ ഓഫ് ടു ഫങ്ഷൻസ് അതിൻ്റെ 1-2 ചോദ്യങ്ങളാണ് പഠിപ്പിക്കാൻ പോകുന്നത്. നല്ലതുപോലെ പഠിക്കേണ്ടതാണ്. ഒരു ചെറിയ പ്രശ്നമേ ഉള്ളൂ ഇതിനകത്ത്. ഇത് ചെയ്യുമ്പോൾ മിക്ക കുട്ടികളും ലാസ്റ്റ് കൊണ്ടുവന്ന് കലവടയ്ക്കാറുണ്ടെന്ന് പറയുന്ന പോലെ തെറ്റിക്കാറുണ്ട്. പക്ഷേ കുറച്ച് കുട്ടികൾ നല്ല കറക്റ്റായിട്ട് ചെയ്യാറുണ്ട്, നമ്മൾ ക്ലാസ്സിലൊക്കെ കാണുന്നതാണ്. പിന്നെ നമ്മൾ അതാണ് ചെയ്യാൻ പോകുന്നത്. വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യുന്ന രീതി. എന്താണ് കോമ്പോസിഷൻ? കോമ്പോസിഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഇപ്പോൾ സ്കൂളിലൊക്കെ പഠിച്ചു കഴിഞ്ഞ് കാണും എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് എന്നുള്ളതിന് ഇങ്ങനെയാണ്. എഫിനും ജിക്ക് ഇടയ്ക്ക് ഒരു ചെറിയ റൗണ്ട് ഇടും. വായിക്കുന്നത് എഫ് കോമ്പോസിഷൻ ജി. ഫോർമുല എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ജി ഓഫ് എക്സ്. നമ്മൾ പണ്ട് എഫ് ഓഫ് 1 എഫ് ഓഫ് 2 എന്നൊക്കെ കേട്ടിട്ടില്ലയോ? അത് തന്നെ 1 2 ഒക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. എഫ് ഓഫ് 3 എഫ് ഓഫ് 0. ആ 0യ്ക്ക് വരും ജി ഓഫ് എക്സ് വരുന്നതേ ഉള്ളൂ. അത്രേ ഉള്ളൂ. എക്സിൻ്റെ സ്ഥാനത്ത് ജി ഓഫ് എക്സിനെ പിടിച്ചെഴുതുന്നു, അത്രേ ഉള്ളൂ. പക്ഷെ ആ ലോജിക്ക് നമുക്ക് ചെയ്യുമ്പോൾ പല കുട്ടികൾക്കും കിട്ടാറില്ല, തെറ്റുന്നുണ്ട്. അതാണ് ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് വരുമ്പോൾ ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് എക്സ്. ഇതാണ് ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ്. ജി ഉണ്ടല്ലോ, ജി ആണ് ആദ്യം. അപ്പോൾ ജി ഓഫ് എഫ് ഓഫ് എക്സ്. അങ്ങനെയാണെങ്കിൽ എഫ് കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ്. എഫ് കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എഫ് ഓഫ് എക്സ് ആൻഡ് ജി കോമ്പോസിഷൻ ജി ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എക്സ്. ഇങ്ങനെ 4 പേരെയാണ് നമുക്ക് പഠിക്കാനുള്ളതെങ്കിലും ഫസ്റ്റ് 2 ആണ് എക്സാമിന് ഇമ്പോർട്ടൻറ്റ്. എഫ് കോമ്പോസിഷൻ ജിയും ജി കോമ്പോസിഷൻ എഫും. എന്താണ് കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ നോക്കിക്കേ. ഞാൻ ചുമ്മാ ഒന്നൊരു ആരോ ഡയഗ്രത്തിൽ കൂടെ ഒന്ന് കാണിക്കാം. ഇത് എ, ഇത് ബി, ഇതെന്താണ് സി. ഓക്കെ, ഇത് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ, ഇതാരാണ് ജി. അപ്പോൾ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിഫൈൻഡ് ഫ്രം എ ടു ബി ആൻഡ് അനദർ ഫംഗ്ഷൻ ജി ഈസ് ഡിഫൈൻഡ് ഫ്രം ബി ടു സി. ദെൻ എ ന്യൂ ഫംഗ്ഷൻ ഈസ് ഡിഫൈൻഡ് ഫ്രം എ ടു സി. അപ്പോൾ എല്ലാവരും നോക്കിക്കേ. എ ടു ബി എഫ്, ബി ടു സി ജി. അങ്ങനെയാണ് എ ടു സി എഫ് കോമ്പോസിഷൻ ജി അല്ല, ജി കോമ്പോസിഷൻ എഫ് ആണ് കേട്ടോ. ഈ രീതി കൂടെ പടം വരച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനെ വിളിക്കുന്നത് ജി കോമ്പോസിഷൻ എഫ് എന്നാണ് കേട്ടോ. എഫ് കോമ്പോസിഷൻ ജി അല്ല, ജി കോമ്പോസിഷൻ എഫ് എന്നാണ്. ദാറ്റ് മീൻസ് ഇവിടെ എ ആണെങ്കിൽ ഇത് നമ്മുടെ എഫ് ഓഫ് എ ആണ്, ഇത് ജി ഓഫ് എഫ് ഓഫ് എ ആണ് കേട്ടോ. ഓക്കെ, ഇങ്ങനെയാണ് എൻ്റെ ഫിഗറൊക്കെ. അതൊക്കെ വിട്ടേരെ, നമുക്കതൊന്നും വലിയ കാര്യമില്ല. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യനോട് കയറാം. ഇപ്പോൾ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു റൂട്ട് എക്സ് ആൻഡ് ജി ഓഫ് എക്സ് ഈക്വൽ ടു ടാൻ എക്സ്. നോക്കിക്കേ, എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു റൂട്ട് എക്സ് ആൻഡ് ജി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ടാൻ എക്സ്. ദെൻ ഹൗ ടു ഫൈൻഡ് എഫ് കോമ്പോസിഷൻ ജി. ഇപ്പോൾ എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എഫ് ഓഫ് ജി ഓഫ് എക്സ്. ഓക്കെ, എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എഫ് ഓഫ് ജി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ഈ ജി ഓഫ് എക്സ്. അരമന ജി ഓഫ് എക്സ് എളുപ്പം നോക്കിക്കേ, ടാൻ എക്സ്. അപ്പോൾ എഫ് ഓഫിനുള്ളിൽ ടാൻ എക്സ്. നമ്മൾ പഴയ കാലത്തൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എഫ് ഓഫ് 0, എഫ് ഓഫ് 2, എഫ് ഓഫ് 3 ഒക്കെ നമ്മൾ ചെയ്തിട്ടുള്ളത് എന്ത് ഈസി ആയിട്ട് അല്ലേ. എഫ് ഓഫ് ടാൻ എക്സ് എന്ന് ഇവിടെ കിടക്കുന്നത്, എഫിനുള്ളിൽ ടാൻ എക്സ് ആണ്. എഫ് ഓഫ് 0 ആയിരുന്നുവെങ്കിൽ നമ്മൾ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? നമ്മൾ പഴയ കാലത്ത് ഇപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ, ദെൻ എഫ് ഓഫ് 0 ഈക്വൽ ടു 0 സ്ക്വയർ, എഫ് ഓഫ് 2 ഈക്വൽ ടു 2 സ്ക്വയർ, എഫ് ഓഫ് 3 ഈക്വൽ 3 സ്ക്വയർ. അതൊരു ബുദ്ധിമുട്ടില്ല ഇല്ലയോ? ആ 0യ്ക്കും 2നും 3ക്കും ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ എഫ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ ഈ എക്സിൻ്റെ പ്ലേസിൽ 0 ആക്കി ഈ സ്ക്വയർ ഇട്ടു. എഫ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ ഈ എക്സിൻ്റെ പ്ലേസിൽ 2 ആക്കി സ്ക്വയർ ഇട്ടു. എഫ് ഓഫ് 3 എന്ന് പറഞ്ഞാൽ ഈ എക്സിൻ്റെ പ്ലേസിൽ 3 ഇട്ടു സ്ക്വയർ ഇട്ടു. അപ്പോൾ ഇവിടെ വരുന്നത് ആരാണോ അയാളെ എക്സിൻ്റെ പ്ലേസിൽ കൊടുക്കുക. ഇവിടെ കിടക്കുന്നത് ഇപ്പം നിങ്ങൾ പറഞ്ഞ 0, 2, 3 പകരം ആരാ മോനെ? ടാൻ എക്സ് ആണ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ, എഫ് ഓഫ് ടാൻ എക്സ് എന്ന് പറയുമ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സ് ആരമാനെ റൂട്ട് എക്സ് അല്ലയോ? ഈ എക്സിൻ്റെ പ്ലേസിൽ നിങ്ങൾ ആരെ കൊടുക്കണം? ടാൻ എക്സ് എന്ന് കൊടുക്കണം. അത്രയേ ഉള്ളൂ ആൻസർ. ഇപ്പോൾ നോക്കിക്കേ, ഇപ്പോൾ എഫ് ഓഫ് എക്സ് റൂട്ട് എക്സാ. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് 2 നിങ്ങൾ എങ്ങനെയായിരുന്നു ചെയ്യേണ്ടത്? എഫ് ഓഫ് ഉണ്ടല്ലോ, ഇവിടെ എഫ് ഓഫ് ടാൻ എക്സ് എന്നാണ്. എഫ് ഓഫ് ടാൻ എക്സിനെ ഒന്നും മറക്കുക. ഇപ്പോൾ എഫ് ഓഫ് 2 എന്നാണ് ചോദിച്ചെങ്കിൽ നിങ്ങൾ എഫ് ഓഫ് എക്സിനെ നോക്കിയ ശേഷം ഈ എക്സിൻ്റെ പ്ലേസിൽ 2 കൊടുക്കും. എഫ് ഓഫ് എന്ന് പറയുമ്പോൾ ആൻസർ കിട്ടുന്ന റൂട്ട് 3. എഫ് ഓഫ് 4 എന്ന് പറഞ്ഞാൽ റൂട്ട് 4. എഫ് ഓഫ് 5 എന്ന് പറഞ്ഞാൽ റൂട്ട് 5. എഫ് ഓഫ് 7 എന്ന് പറഞ്ഞാൽ റൂട്ട് 7. അപ്പോൾ എഫ് ഓഫ് ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ റൂട്ട് ടാൻ എക്സ്, റൂട്ട് ടാൻ എക്സ്. അത്രയേ ഉള്ളൂ. ഈ 2ഉം
4 വരും ടാൻ എക്സ്. അപ്പം f(2) വന്നപ്പോൾ √2, f(4) വന്നപ്പോൾ √4. അപ്പോൾ f of tan x എന്നാൽ √tan x. അത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ പരിപാടി കഴിഞ്ഞു. ലാസ്റ്റിൽ ഈ എക്സിനെ അല്ലല്ലേ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷനുള്ളിൽ എക്സ് എന്ന് പറയുന്ന പ്ലേസിൽ ഈ ബ്രാക്കറ്റിൽ കിടക്കുന്ന ആളെ അങ്ങോട്ട് എഴുതുക. ദാറ്റ്സ് ഓൾ. നെക്സ്റ്റ് ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് എക്സ്. ഓക്കെ, ജി ഓഫ് എഫ് ഓഫ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു ജി ഓഫ് വാട്ട് ഈസ് എഫ് ഓഫ് എക്സ്? എഫ് ഓഫ് എക്സ് ആരാമനെ √x. ഇപ്പോൾ ജി ഓഫ് √x. ജി ഓഫ് എന്ന് പറഞ്ഞാൽ ജി ഓഫ് എക്സിനുള്ളിലാണ് കൊടുക്കേണ്ടത്. വാട്ട് ഈസ് ജി ഓഫ് എക്സ്? എല്ലാവരും നോക്കിക്കേ. വാട്ട് ഈസ് ജി ഓഫ് എക്സ്? ഇവിടെ ആരാമനെ ടാൻ എക്സ് ആണ് അല്ലേ? ജി ഓഫ് എക്സ് ടാൻ എക്സ് ആണെങ്കിൽ ജി ഓഫ് 1 എത്ര ആയിരിക്കും? ടാൻ 1. ജി ഓഫ് 2 എത്ര? ടാൻ 2. അപ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ജി ഓഫിനുള്ളിൽ കിടക്കുന്ന നമ്പറിനെ ടാനിനുള്ളിലുള്ള എക്സിൻ്റെ പ്ലേസിൽ കൊടുക്കണം. അപ്പോൾ ജി ഓഫ് 2 ടാൻ 2, ജി ഓഫ് 3 ടാൻ 3. ഓക്കെ, അപ്പം ജി ഓഫിനുള്ളിൽ കിടക്കുന്ന ഇവിടെ ഇപ്പോൾ ആരാ? √x. അപ്പോൾ ടാൻ √x അത്രേ ഉള്ളൂ. ഈ എക്സ് എന്നുള്ള പ്ലേസ് നോക്കിക്കേ. ജി ഓഫ് 2 വന്നപ്പോൾ ടാൻ 2, ജി ഓഫ് 3 വന്ന ടാൻ 3, ജി ഓഫ് 4 വന്ന ടാൻ 4, ജി ഓഫ് 5 വന്ന ടാൻ 5, ജി ഓഫ് √x വന്ന ടാൻ √x. അത്രേ ഉള്ളൂ. ഓക്കെ, ആൻസർ ടാൻ √x. ദാറ്റ്സ് ഓൾ. തീർന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ കോമ്പോസിഷൻ. എത്രത്തോളം മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. കമൻറ്റ് ബോക്സിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്തേക്കണം, ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടാൽ മാത്രം ഷെയറും ചെയ്തേക്കണം. പിന്നെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നേക്കാം. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു x² ആൻഡ് ജി ഓഫ് എക്സ് ഈക്വൽ ടു കോസ് എക്സ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഹോംവർക്കാണ്. ഇവിടെ നിങ്ങൾ കണ്ടുപിടിക്കേണ്ട എഫ് കോമ്പോസിഷൻ ജിയും ആൻഡ് ജി കോമ്പോസിഷൻ എഫും. ഓക്കെ, അപ്പോൾ ഈ കുട്ടി ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാണ്. ഇതുപോലെ ക്ലാസ്സുകൾ വരും. ഫുൾ ക്ലാസ്സിന് വേണ്ടി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അടിപൊളിയായിട്ടുള്ള മാത്സ് ക്ലാസ് കിട്ടി ഫുൾ മാർക്കിൽ എത്തിക്കേണ്ട എല്ലാ വഴികളും തരും. ക്ലാസ് തരും, നോട്ട്സ് തരും, ഇക്വേഷൻ ബുക്കിലേക്ക് തരും, ക്വസ്റ്റ്യൻ പാക്കേജ് തരും. ഓക്കെ ആവും. ഫുൾ മാർക്ക് കിട്ടും. ബെസ്റ്റ് വിഷസ്. ഗുഡ് ബൈ.